നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ടല്ലേ എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസാന്ന്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന്. ഇന്നങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സമയം വന്ന ഒരു ദിവസമാണ് കേട്ടോ. കാലത്ത് തന്നെ ദാ ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് പരിപാടികളും പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നെ സഹായിക്കാൻ വേണ്ടി എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മലരണിക്കാടിൻ്റെ മഞ്ഞ് നിറഞ്ഞ ആ പ്രഭാതത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ. പണിക്ക് പറമ്പിൽ ചേട്ടന്മാരുണ്ട്, വീടിന് ചുറ്റും ചേച്ചിമാരുണ്ട്. അത് കാരണം കൊണ്ട് തലേദിവസം തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും കഞ്ഞി റെഡിയാക്കണം, ചോറ് വെക്കണം എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കഞ്ഞി റെഡിയാക്കേണ്ടത് കൊണ്ട് തന്നെ പയറുണ്ടല്ലോ, വൻപയർ, അത് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരുകാർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കായത്തൊലി ഉപ്പേരി വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കനൊക്കെ വെച്ചപ്പോൾ കായ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കായയുടെ തൊലിയും പരിപ്പല്ലട പയറും അപാര കോമ്പിനേഷനാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്താലോ നമുക്കിന്ന്. ചേട്ടന്മാരുള്ള ദിവസം കറികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോര് തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ. അതൊന്ന് കലക്കി വെക്കാം നമുക്ക്. സംഭാരം പോലെയോ അല്ലെങ്കിൽ സർലാസൊക്കെ ആയിട്ട് കൊടുക്കാലോ. Good morning. Good morning, guys. Ano mo, yun ba yan? Ano ko diyan. ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് വെക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും. ഇവർ നമ്മളതുപോലെ കെട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിക്കാറുണ്ടോ? ഞാൻ കെട്ടിപ്പിടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലൊക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര ഒരു ആൺപിള്ളേരാണ് കുറച്ചും കൂടി അത് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ പെൺപിള്ളേർ പിന്നെയും കുറച്ച് ഓപ്പൺ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇമോഷൻസിനോടൊക്കെ. ഈ ആൺപിള്ളേർ ഭയങ്കര കഞ്ചൂസാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കടിച്ച് എൻ്റെ സ്നേഹം ഇങ്ങനെ വലിയ കാര്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ. ഈ ശീലം ചെറുപ്പത്തിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനൊരു അമ്മയായപ്പോഴേയും പിന്നെ കുറച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഈ വക ശീലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ബൈ ബർത്ത് ഉണ്ടായതൊന്നുമല്ല. അങ്ങനെ നമ്മൾ കായത്തൊലി കുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസം വീടുകളിലൊക്കെ ഉപ്പേരി കിട്ടുക ഈ സംഭവം. കല്യാണത്തിന് നമ്മൾ കായ വറക്കുമല്ലോ. അപ്പോൾ ആ കായ വറക്കുന്നതിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ട് പയറിട്ടിട്ട് ഉപ്പേരി വയ്ക്കും. തലേദിവസം എന്നിട്ട് ഇത് വിളമ്പാറുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ കല്യാണങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ കായ തൊലി ആ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഇത്തിരി നമ്മുടെ നാടൻ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്തേ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകാണ്. തണ്ട് കളഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഉപ്പേരിയിലേക്ക് ഇടിച്ച മുളകായിട്ട് ഇടുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നറിയോ? നമ്മൾ നന്നായിട്ട് വറ്റൽമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് അതിന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇത് ഇത്തിരി അൽത്തുകുലത്ത് പരിപാടിയാണ്. ഐ ആം വെരി മച്ച് അലർജിക് ടുവേഴ്സ് ചില്ലി. എന്നോട് ഇംഗ്ലീഷ് പറയരുതെന്നാണ് ചേച്ചിമാർ പറഞ്ഞിരിക്കുന്നത്. പൊട്ട ഇംഗ്ലീഷ് ആയ കാരണം കൊണ്ടാണാവോ. ഇനിയൊരു ചേച്ചി കമൻറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഇടയിൽ, ശ്രീ ഒരു പാവം കൂലിപ്പണിക്കാരൻ്റെ മകളാണല്ലോ, വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമേ ഇംഗ്ലീഷ് പറയാൻ പാടുള്ളൂ എന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാനത് ഓർത്തിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു വലിയ ടിന്നിൽ ഇത്രയൊക്കെ അധികം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു രണ്ട് മാസത്തോളമൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ എന്നും ഉപ്പേരി ഉണ്ടാക്കുന്ന കാരണം കൊണ്ടും നമ്മൾ കുറച്ച് ആൾക്കാർക്കല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് കാരണം കൊണ്ടും കുറച്ച് നാളെ നിൽക്കുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസമൊക്കെ നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ പൊട്ടിച്ചിടാനുള്ളതുണ്ടല്ലോ, അതായത് നമ്മൾ കാച്ചുമ്പോൾ പൊട്ടിച്ചിടാനായിട്ട് വറ്റൽമുളക് യൂസ് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടുള്ളത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല പൈസയാണ്. അപ്പം എൻ്റെ അനിയത്തിമാർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചോളൂടാ. നല്ല ഐഡിയ ആണ്, നല്ല ടേസ്റ്റുമാണ് നമ്മുടെ കറികൾക്കൊക്കെ. നമ്മുടെ തലൂരുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു പാത്രം ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ചില പാത്രങ്ങൾ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇല്ലേ, അതുപോലെ ഈ അലുമിനിയം ചീനയോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. പുതിയതൊന്നും മേടിക്കണം എന്ന് വിചാരിക്കും, വലിയ വിലയൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഇവരെ മാറ്റാനൊരു മനസ്സ് തരുന്നില്ല.
ഈ മാനസിക അടുപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് കളയാൻ തോന്നില്ല. ഇപ്പൊ ചേച്ചിമാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചേച്ചിമാർക്ക് മാത്രമല്ല, അനിയത്തിമാർക്കായാലും അനിയന്മാർക്കായാലും ചേട്ടന്മാർക്കായാലും എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇതുപോലെ മോശമായി എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ മോശമൊന്നും ആയിട്ടില്ല കേട്ടോ, മോശമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സൂക്ഷിച്ച് വെച്ചത് എന്തിട്ടെങ്കിലും ഉണ്ടോ? ചേട്ടന്മാരൊക്കെ എനിക്ക് തോന്നുന്നു പേഴ്സൊക്കെ ഒരുപാട് സൂക്ഷിച്ച് വെക്കാറുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വർക്കത്തുള്ളതാന്നൊക്കെ പറഞ്ഞിട്ടേ. അതുപോലെ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ കൂട്ടാൻ റെഡിയാക്കാനായിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടിച്ച മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഭയങ്കര ലൂസായിട്ടുള്ള പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടോ. വേപ്പിൻ്റെ ഇല ഇടാൻ മറക്കരുത്. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ എല്ലാ ഉപ്പേരികളും വെക്കുക. പിന്നെ കായത്തൂല് എങ്ങനെയാണ് ചെറിയ ഉപ്പേരി വെക്കുകയെന്ന് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചേച്ചിമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാരണം കൊണ്ട് ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇത് കഴിക്കുന്നത്, അത് കാരണം കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റെസിപ്പി എന്ന് പറയുന്നത്. അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. ചെറിയതായിട്ട് നമ്മൾ നമ്മുടെ ആ നൊസ്റ്റാൾജിയയിലുള്ള കല്യാണത്തിൻ്റെ തലേദിവസമില്ലേ അവിടേക്കൊക്കെ ഓടിപ്പോവും. ചേച്ചിമാർക്ക് കഞ്ഞി കൊടുത്തിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഭാഗ്യനെ കൊണ്ടാണ് പോകാനുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഭാഗ്യന് ഭയങ്കര അലർജിക് ആണെന്ന്. അതായത് വീട്ടിലത്തെ പൊടിയിനോടും 10-18 വർഷമായിട്ടൊരു അലർജിയാണ് കേട്ടോ. അതിന് നമ്മൾ കുറച്ച് നാളായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. കാരണം ഈ സെയിം പ്രോബ്ലം ഉള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് തോന്നിയ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഡോക്ടർ ശൈലജൻ്റെ അടുത്ത് നെല്ലയിലാണ് സാറിൻ്റെ ക്ലിനിക്ക് ഉള്ളത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഡോക്ടർ. നമുക്ക് ഡോക്ടറോട് കുറച്ച് നേരം സംസാരിച്ചാലോ? ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഭാഗ്യ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കുഴപ്പമില്ല സാറേ, നല്ല ഇതുണ്ട്. ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ 2-3 മാസമായല്ലോ. ശരി, ഇപ്പോൾ തൃപ്തികരമായ ഒരു റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടോ? അതിന് ശേഷം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് നമുക്ക് കൂടുതലും വേനൽക്കാലത്താണല്ലോ കൂടുതൽ വരിക. അപ്പം അതിന് മുന്നേ കൂട്ടി ആ സമയം തരണം ചെയ്ത് പോയാലാണ് ആ സമയത്ത് കൂടുതൽ വരാറ്. പിന്നെ സാറ് പറഞ്ഞല്ലോ ഈ വർഷക്കാലത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് ഇതിന് ഗുണം കൂടുതൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഗുളികകൾ കഴിക്കുമ്പോൾ അപ്പം മാറും. പിന്നെ ഈ അലോപ്പതി ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യില്ല. ഭയങ്കര ക്ഷീണമാകുമ്പോൾ അത് നിർത്തും. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിൽ വീണ്ടും ഇത് ഭയങ്കരമായിട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ ഹോമിയോ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരെ രണ്ടാമത് വന്നിട്ടൊന്നുമില്ല. പക്ഷെ പൂർണ്ണമായിട്ടുള്ളൊരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്താണ് ഇത് കൂടുതൽ വരിക. ആക്ച്വലി നമ്മൾ ഇന്ന് വന്നത് നമുക്ക് നമ്മുടെ ചാനലിൽ ഈ സെയിം പ്രോബ്ലം ഉള്ള ഒരുപാട് പേരുണ്ട് സാർ. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലും അവർക്കും കൂടി ഒരു ഉപകാരത്തിലേക്ക് എത്തുക. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അതാണ് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അല്ലേ, നമ്മളുടെ ട്രീറ്റ്മെന്റിൽ നമുക്ക് നല്ല മാറ്റമുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ഇതായത് കൊണ്ടാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് ഇരിക്കാം, എന്നിട്ട് അവിടെ സംസാരിക്കാം. ശരി ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ശൈലജൻ സാറ്. നമ്മുടെ ഒരു 18 വർഷത്തെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു നമുക്ക് ഈ അലർജിയുടെ പ്രശ്നം. അതിനൊരു പരിധി വരെ പരിഹാരം കണ്ടു തന്നിട്ടുള്ളൊരു സാറാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ വഴി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. സ്വന്തം പരിചയപ്പെടുത്തിക്കോ. മൈസെൽഫ് പറഞ്ഞ പോലെ തന്നെ ശൈലജൻ എന്നാണ് പേര്. ഹോമിയോപ്പതിക് ഡോക്ടറാണിപ്പോൾ നെല്ലായി, തൃശ്ശൂർ നെല്ലായിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ 1995 മുതൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പൂർണ്ണമായിട്ടൊരു ക്യൂർ ഇല്ല എന്നുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുട്ടുവേദന, ഇതുപോലെ ഭയങ്കര ഡീപ്പായിട്ട് വേര് പിടിച്ചിട്ടുള്ള അലർജി, പിന്നെ എന്താ സാർ നമ്മൾ വേറെ കുറേ ഒരുപാട് കാര്യങ്ങൾക്ക് സാറ് ഇതുപോലെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഭാഗ്യന് അതിൽ വലിയൊരു റിസൾട്ട് കണ്ടപ്പോഴാണ് ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് സാറിനെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. കാരണം സാറ് വന്ന് കാണണമെന്ന് നിർബന്ധമില്ല. സാറ് ഓൺലൈൻ കൺസൾട്ടൻസി ഉണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്യാമറ ഒക്കെ പിടിച്ച് സാറിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു ഇതായിട്ടാണ് ഇപ്പോൾ
ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാറിൽ കൂടി തന്നെ ആ നിഗൂഢതകളൊക്കെ ഒന്ന് നീക്കി എൻ്റെ പ്രേക്ഷകർക്ക് ഈ പ്രോബ്ലംസ് ഉള്ളവരെ സാറിന്റെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ? കുറേ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ പറയൂ സാർ, നമ്മൾ ഏതൊക്കെയാണ് മെയിനായിട്ട് സാറിൻ്റെ മേഖലകളുള്ളത്? നമ്മൾ ഏതൊക്കെയാണ് സാർ പറയുള്ളൂ? ഒരുപാട് നമുക്ക് അക്യൂട്ടായിട്ടും ക്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്യൂർ ചെയ്യുന്നുണ്ടെന്ന്. അത് ഏതൊക്കെയാണ്? ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സയൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ ഏത് എന്നുള്ളതല്ല പ്രസക്തി. ഏത് അസുഖം നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ എന്നാലും അസുഖങ്ങൾ ഒരുപാടുള്ള സ്ഥിതിക്ക് നമുക്ക് പഴകിയ അസുഖങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ ഈ പിന്നെ ഭാഗ്യൻ്റെ പോലെ തന്നെ അലർജി, ഇത് അലർജി വേറെ ഒരുപാട് അലർജികളുണ്ട്. അലർജി പിന്നെ സൈനസൈറ്റിസ് മുതൽ മൈഗ്രെയിൻ, അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. സ്കിന്നിൽ വരുന്ന അലർജിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പെരുമുട്ട്, വാദസംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അക്യൂട്ട് ഡിസീസസ്. അപ്പം നമുക്ക് പിന്നെ സർജിക്കൽ മാനേജ്മെൻ്റ് ഒക്കെ വേണ്ടി വരുന്ന കേസുകളൊന്നും ഹോമിയോപ്പതിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഹോമിയോപ്പതിയെ മാത്രമല്ല, ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ സാധ്യതകളുമുണ്ട്, പരിമിതികളുമുണ്ട്. അപ്പം നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അനാലിസിസ് ചെയ്തിട്ട് നമ്മുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. പരിമിതികളെ ഉണ്ടെങ്കിൽ അത് അടുത്ത സിസ്റ്റത്തിന് റെഫർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നതും. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ അങ്ങനെ സാധ്യമായ ഒരുപാട് മേഖലകളുണ്ട്. അത് തീർച്ചയായിട്ടും പഴകിയ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സർജിക്കൽ മാനേജ്മെൻറ്റ് വളരെ കുറവാണ്. ഇപ്പം ഈ പറയുന്ന അലർജികൾ, സൈനസൈറ്റിസ്, ശ്വാസം മുട്ടൽ, തുമ്മൽ, മുട്ടുവേദന, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് കംപ്ലയിൻസ്, പിന്നെ ഇപ്പോൾ പെൺകുട്ടികളിൽ കാണപ്പെടുന്ന ഈ ആർത്തവ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഒരു ക്രോണിക് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർത്തവ പ്രശ്നങ്ങൾ, PCOD, ഫൈബ്രോയിഡ് യൂട്രസ്, പിന്നെ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ മെനപ്പോസൽ, പോസ്റ്റ് മെനപ്പോസൽ കംപ്ലയിൻസ്, ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി സത്യത്തിൽ ഒരു ശാശ്വത പരിഹാരമാണ്. അത് എത്രത്തോളം നമ്മുടെ പബ്ലിക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് സംശയമാണ്. പൊതുവായിട്ട് നമ്മൾ ഡോക്ടർ, ഇപ്പോൾ ഞങ്ങൾ സാധാരണക്കാർ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ, കൊച്ചുങ്ങൾക്ക് നമ്മളെന്താ ചെയ്യുക, കൊച്ചുങ്ങൾക്ക് ഒരു ജലദോഷം വരുമ്പോൾ കുട്ടികൾ മരുന്ന് കഴിക്കാൻ മടിയായ കാരണം കൊണ്ട്, ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മരുന്നായ കാരണം കൊണ്ട് കുട്ടികളെ മാത്രമാണ് നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവരാറുള്ളൂ. ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇത്രയും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾക്കും നമുക്കിവിടെ പരിഹാരം ഉണ്ടെന്ന് മനസ്സിലായത്. കുട്ടികൾ മരുന്ന് കഴിക്കാൻ മടിയുള്ള കാരണം കൊണ്ട് ഹോമിയോയിൽ എത്തിക്കുന്നു എന്നുള്ളൊരു മിഥ്യായ ധാരണയാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായത്. അലോപ്പതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേഷൻസും ഉണ്ടാവും, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ചില മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സൈഡ് ഇഫക്റ്റ് മൂലം ചിലപ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ സാർ എങ്ങനെയാണ് ഹോമിയോപ്പതിനെ, ഇത്ര നാളത്തുള്ള എക്സ്പീരിയൻസിൽ ഹോമിയോപ്പതിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മറ്റ് മേഖലകളുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ലോകത്ത് എമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ OP എന്ന് പറയുന്നത്, OP സിസ്റ്റം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഇപ്പോൾ കേരളമായിട്ട് നമ്മൾ ഈ ഹോമിയോപ്പതി, അതെ തീർച്ചയായിട്ടും. കാരണം ഹോമിയോപ്പതി ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമല്ല. എല്ലാ രാജ്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം 2023 വന്ന നിയമം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിയമം അനുസരിച്ച് ഇപ്പോൾ നിലവിൽ 24 മണിക്കൂർ ഓരോ ഈ 13,000 ഹോമിയോ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആയുർവേദ സെക്ടറിലുള്ള ഡോക്ടേഴ്സും ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും തൊട്ടടുത്ത പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അതന്നു വന്ന കേസുകളെ പറ്റി ഇൻഫോം ചെയ്യണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻഫെഷ്യസ് ഡിസീസ് ആണെങ്കിൽ, വൈറൽ ഡിസീസ് ആണെങ്കിൽ. കൊറോണയ്ക്ക് ശേഷമാണോ? കൊറോണയ്ക്ക് വളരെ റീസെൻ്റ്ലി ആണത്. ഈ കൊറോണയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം OPകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഹോമിയോപ്പതിയാണ്. അതെ, നമ്മളും ആ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവൂല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് വീടുകളിലേക്കൊക്കെ ഹോമിയോ ഗുളികകൾ കൊടുത്തു വിടുമായിരുന്നു, ചെപ്പിൽ കൊടുത്തു കഴിക്കാൻ. നമ്മളതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും കൊറോണ വരെ ഒരു ഇതേയല്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതൊക്കെ മുമ്പേ കഴിച്ച കാരണം കൊണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് കഴിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് ഇടപെട്ടോട്ടെ, ചിലപ്പോഴല്ല, എല്ലാ അർത്ഥത്തിലും ഹോമിയോപ്പതി ക്ലിനിക്കിൽ നിന്ന് പ്രിവെൻറ്റീവ് മെഡിസിൻ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ കോവിഡ് വന്നിട്ടുള്ളൂ. വന്നവർക്ക് തന്നെ വളരെ മൈൽഡായിട്ടേ വന്നിട്ടുള്ളൂ. വൈറൽ ഡിസീസിന് അലോപ്പതിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അതാണ് സത്യം. സോ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോസിബിലിറ്റീസ് ആയിരുന്നു. അത് ഹോമിയോ ഡോക്ടേഴ്സ് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെതായ നേട്ടങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനും ഉണ്ടായിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു നിയമം ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങളുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരുപക്ഷെ ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഉപയോഗിച്ച് ജീവിക്കുന്ന ഡോക്ടർമാർക്കും ഈ സിസ്റ്റത്തെ ആശ്രയിക്കുന്ന പബ്ലിക്കിനും അത് വലിയ അസ്വാരസ്യം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഓരോ കേസും തൊട്ടടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടറെ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ ഓഫീസറെ നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് അവർ കൊണ്ടുവരുന്നത് ആശാ വർക്കേഴ്സിനെയാണ്. പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ഫീൽഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആശാ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഡെങ്കിപ്പനി ഉണ്ടായി, അപ്പോൾ ആശാ വർക്കർ വരുന്നു, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ആ വീട്ടിൽ അവർ ആയുർവേദമോ ഹോമിയോപ്പതിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്കെതിരെയാണ് പിന്നെ സംസാരിക്കുക. നിങ്ങളിത് അലോപ്പതി മെഡിസിൻ വേണം ഇതിന് ഉപയോഗിക്കാൻ, കാരണം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയാം, അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ വിളമ്പുന്നുണ്ട്. ഇത് സത്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം അത് ഈ നിയമത്തിലൂടെ നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അലോപ്പതിക്ക് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, അവരത് പ്രയോജനപ്പെടുത്തിയിട്ട് കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞ ചികിത്സാ സമ്പ്രദായം തന്നെയാണ് ഹോമിയോപ്പതി. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കാലക്രമേണ ഇതിൻ്റെ ഉൽപ്പന്നത്തിനും ഉൽപ്പാദനത്തിനും ഒക്കെ വരുന്ന വില വർധനവ് പ്രകാരം മരുന്നിനും വില കൂടിയിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ലബോറട്ടറി അറ്റാച്ച്ഡ് ആണ്. അത് ഹൈലി എന്താ പറയുക, വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ അസുഖത്തിന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നവർ ഓൾറെഡി പ്ലാൻഡ് ആണ്, അത് ചെയ്യും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒ പിയിൽ വരുന്ന കേസ് തന്നെ കഴിയുന്നിടത്തോളം നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞ ചികിത്സാ സമ്പ്രദായം തന്നെയാണ് ഹോമിയോപ്പതി. ഈ 3 സിസ്റ്റത്തിനെ അപേക്ഷിച്ചു നോക്കും. കോവിഡ് വന്നതിന് ശേഷമുള്ള ആരോഗ്യരംഗം എന്ന് പറയുന്നത് ജനങ്ങൾ കുറേ അധികം അവെയറായി, എല്ലാ രീതിയിലും അവെയറായിട്ടുണ്ട്. വിട്ടുമാറാത്ത ചുമ, അത് ഒരു നല്ല ശതമാനം ചുമയും സാധാരണ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കയ്യിലൂടെയാണ് അത് ക്യൂർ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു സത്യം പറയാതിരിക്കാൻ കഴിയും. ഒരുപാടുണ്ട്. ആ സമയത്ത് ഒരുപാട് പേഷ്യൻസ് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ചുമച്ച് ഒരു കാരണമില്ലാതെ ചുമച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് വാക്സിൻ എടുത്തവരിലാണ് അത് കൂടുതലും കണ്ടിട്ടുള്ളത്. കോവിഡ് വന്നവരിലും അത് കണ്ടിട്ടുണ്ട്. ഒരു സൈഡ് ഇഫക്റ്റ് ആയിരുന്നോ നമ്മുടെ? അല്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല എന്ന് പറയുമ്പോൾ വാക്സിനും അതിൻ്റെ എത്രത്തോളം പശ്ചാത്തല ഫല സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരുപാട് ഡിസ്കഷനിലേക്ക് അതൊക്കെ പോകും. അപ്പോൾ അത് ശരിക്കും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവരെ ചെയ്യട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് പ്രിവെൻറ്റീവ് മെഡിസിൻ കൊടുത്തവർക്ക് കോവിഡ് വന്നിട്ടില്ല. ഇനി കോവിഡ് വന്നവർക്ക് ഇത്തരം വരണ്ട ചുമകൾ വന്നിട്ടില്ല. ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. ഈ ഹോമിയോപ്പതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അലർജി മാത്രമല്ല കേട്ടോ, മുട്ടുവേദന ഉണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങൾക്ക് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഡോക്ടറെ നിങ്ങൾക്ക് സമീപിക്കാം. ഞാനിപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ വരുന്ന മഞ്ഞപ്പിത്തം എല്ലാത്തിനും പറയുമ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ടത് ഇപ്പം മംസ് മുതൽ പറയേണ്ടി വരും. മംസ്, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ചിക്കൻ പോക്സ്, ഇതിനൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഹോമിയോപ്പതി കഴിക്കുന്ന ആൾക്കാർക്ക് വരാറില്ല. അല്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ ബോക്സ് വന്നാലും ഹോമിയോ ഡോക്ടറെയാണ് കണ്ടത്, അതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഫലപ്രദമാണ്, വളരെ ഫലപ്രദമാണ്. ഇറപ്റ്റീവ് ഡിസീസിനൊക്കെ വരാതിരിക്കാനും വന്നതിന് ശേഷവും. ഓക്കെ, അപ്പോൾ ചിക്കൻ ബോക്സ് ഒരുപാട് പേർക്ക് പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ സാറെ വിളിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാം. അത് മെയിനായിട്ട് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാർ, അതിനെ കുറിച്ചൊന്നും പറയും. എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ? അവർക്ക് താല്പര്യം, എല്ലാവരും ഇപ്പോൾ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തിരുന്ന് കാണുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ചാനലൊക്കെ. അപ്പോൾ എങ്ങനെ വിളിക്കണ്ടേ എന്നുള്ളതൊക്കെ? എൻ്റെ ക്ലിനിക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ 1 മണി വരെയും 3 മുതൽ 6 വരെയാണ്. പക്ഷേ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് അങ്ങനെയില്ല. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ PCOD, ആർത്തവ പ്രശ്നങ്ങൾ, പോസ്റ്റ് മെനപ്പോസൽ, പ്രീ മെനപ്പോസൽ കംപ്ലയിൻസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് യൂട്രസ്, ഇതൊക്കെ തന്നെയും സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് കംപ്ലയിൻസ്, അതുപോലെ സ്കിൻ കംപ്ലയിൻസ് എല്ലാം തന്നെ. അപ്പം സോറിയാസിസ്, എക്സീമ, വളരെ ഇറപ്റ്റീവ് ഡിസീസ് കംപ്ലീറ്റ്, പിന്നെ അക്യൂട്ട് റീനൽ കംപ്ലയിൻസ്, ഫാറ്റി ലിവർ പോലുള്ള സംഭവങ്ങൾ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ലിസ്റ്റുണ്ട്.
ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കംപ്ലൈൻറ്റ് അത് വിളിച്ചു ചോദിക്കാനെങ്കിലും അതെ തയ്യാറാകുക. അപ്പം നമുക്ക് നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് പറയാം. അതുകൊണ്ട് ഒരു കേസ് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ. ഓൺലൈൻ കൺസൾട്ടിങ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പൈസ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ശരീരം ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സെക്ടറാണ് പൈൽസ്, മൂലക്കുരു. അപ്പോൾ ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ടാകാൻ സാധ്യത വരുന്നതുമാണ്. അതെ അതെ നല്ല എഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേർക്ക് ചെയ്യുന്ന തീർച്ചയായിട്ടും അതും ഈ ഒരു സർജിക്കൽ മാനേജ്മെൻറ്റ് വേണ്ട കേസിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അതിന് മുമ്പ് പൈൽസിന് ഒരുപാട് സ്റ്റേജുകളുണ്ട്. പ്രൈമറി സ്റ്റേജ് മുതൽ അങ്ങനെ ആ സ്റ്റേജ് മുതൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അപടം കൊണ്ട് തന്നെ അങ്ങ് മാറും. ഫിസ്റ്റുല ഹെമറോയിഡ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഫിസ്റ്റുലൊക്കെ ഒരു വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന സംഭവങ്ങളാണ് ഫിസ്റ്റുല. ഫൈബ്രോയിഡിന്റെ മെഡിസിൻ ഒക്കെ കഴിച്ച് കുറച്ചും കൂടി റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് ഇതുപോലെ ഭാഗ്യന്റെ അസുഖം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജിയുടെ കേസുള്ളവരൊക്കെ സാറെ വിളിക്കും കേട്ടോ. അപ്പോൾ ഞാനെന്തൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാരണം കൊണ്ടാണ് സാറ് പിടിച്ചിരുത്തി തിരക്കിന്റെ ഇടയിൽ പിടിച്ചിരുത്തി ഞാനൊരു വീഡിയോ ചെയ്യിപ്പിച്ചത്. കാരണം നിങ്ങൾ ഒരുപാട് പ്രശ്നം ഇതുപോലെ തന്നെ അസുഖമുള്ളവരുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ള ഒരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കപ്പോ പറയാം സാർ, അവരോട് പറയുന്നു, സാർ പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് ആണ് ഇവര് പേഷ്യൻസ് ആയിട്ട് വന്നതിന് ശേഷം ഉണ്ടായത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം പിന്നെ കമന്റിൽ രേഖപ്പെടുത്തണം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാനോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ഫ്രീ ആണ്. അത് കാരണം ഡോക്ടർ ഒന്ന് വിളിക്കൂ. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഫൈനലി ഉണ്ടാവുക. അപ്പോൾ സാറൊന്ന് വിളിച്ചു നോക്കൂ. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നതല്ലേ 100% ജെന്യുവൻ ആണ്. ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അത്. ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കാരണം നമുക്ക് റിസൾട്ട് കിട്ടിയ കാരണം ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വന്നാലോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നാണ് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഡോക്ടറാണ് കേട്ടോ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ കാലത്ത് ചായ കുടിക്കുമ്പോൾ നമ്മൾ മസാല ചായയാണ് കുടിക്കാറുള്ളത്. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാലയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ 50 രൂപയ്ക്ക് കിട്ടുന്ന ഈ വലിയൊരു കവർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ കറികൾക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ തൃശ്ശൂർ ബെസ്റ്റ് ബേക്കേഴ്സിൽ പോകുമ്പോൾ കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ മസാലപ്പൊടി. അതും അടിപൊളിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഗ്രാമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചായയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും, അതായത് 1-2 മാസത്തേക്കുള്ളതും പിന്നെ 1-2 മാസത്തേക്ക് നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒരുമിച്ചാണ് തയ്യാറാക്കി വെക്കുക. ഇതൊക്കെ ചെറിയൊരു പ്ലാനിങ് ആണ്. ഭാഗ്യന് എപ്പോഴും പറയും എനിക്ക് പ്ലാനിങ് ഭയങ്കര കുറവാണെന്ന്. നമ്മുടെ പ്ലാനിങ് ഉണ്ടോ നമ്മുടെ ഭർത്താക്കന്മാർ അറിയുന്നു അല്ലേ. അപ്പം നമുക്ക് ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ വിചാരിക്കാറ് ഇന്ന് തൊട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. ഫുഡിൽ മാറ്റങ്ങൾ വരുത്തണം, നമ്മുടെ കാര്യങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തണം. ഒരു 30 കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതികളൊക്കെ ഒരു തള്ള വൈബിലേക്ക് പോകുന്നൊക്കെ തോന്നണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂട്ടുകാർ 30 കടന്നവർ 35 എത്തിയവർ ഇവിടെ നമ്മുടെ ചിന്തകളൊക്കെ വേറെ രീതിയിലാവും എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറും. ചേച്ചിമാരപ്പുറത്ത് നിന്ന് ആ സംഭവം കൊണ്ട് കഴുകുന്നുണ്ട്, അതിൻ്റെ ശബ്ദം കേൾക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുക കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡിപ്ലോമയാണ് ചെയ്യുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ബോഡി പെയിനും ഈ മസിൽ ക്രാംസും, അതായത് മസിൽസ്, എൻ്റെ മനസ്സ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് മൈ ബോഡി എൻ്റെ ശരീരം അനുവദിക്കണേ ഇല്ല ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ സാറുമാർ പറഞ്ഞത് അത് ശരിയായിക്കോളും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കണ്ടേ? ഞാൻ ആ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാലല്ലേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ ഫുഡ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവരൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ളവർ ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കും. സമയത്തിന് ഫുഡ് കഴിക്കും. ഞാൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കാലത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാപ്പിയുമേ ഫുൾ പണികൾ കഴിയുന്നവരെ നിൽക്കും. എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് തിന്നാളൊരു കൊതി ഉണ്ടാവും. അപ്പം എൻ്റെ മടിയല്ലേ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, അതിന് നിങ്ങൾക്ക് മനസ്സിലാവും ആ സംഭവം എന്താണെന്ന്. ഉണ്ടാക്കാനുള്ള മടിയോ തിന്നാനുള്ള മടിയോ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ആകെ കൂടി കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട്
ഇതാണ് അവസ്ഥ. നമ്മുടെ കാര്യങ്ങളെ ലാസ്റ്റാ. എന്തോ നമ്മൾ മറ്റുള്ളവരൊക്കെ ഉപദേശിക്കുമ്പോൾ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കും, നമ്മൾ ഭയങ്കര പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം എന്നൊക്കെ. അത് നടക്കില്ല. പിള്ളേരെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ചേട്ടന്മാർ പണിക്കാർ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ കാര്യം വരുമ്പോഴേക്കും വിശപ്പും ചത്തുണ്ടാവും, നമ്മുടെ ആയുസ്സും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 30 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇനി കൂടി വന്നൊരു 20 കൊല്ലം ജീവിച്ചാലായിരുന്നല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നുള്ളൂ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തോരം കാലഘട്ടങ്ങളാണ് നമ്മളങ്ങനെ കഴിഞ്ഞു പോയേ. നമ്മൾ വെറുതെ മരവാഴകളായിട്ട് ഇത്തിക്കണ്ണികളായിട്ടും ജീവിക്കരുത്, മീൻസ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ എന്താ പറയുക, എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നാലും ഒന്നും നടക്കില്ല. ഒരു ആവേശത്തിന് എനിക്ക് കയറി ജോയിൻ ചെയ്യാൻ തോന്നിയതാണ് ഡാൻസ് ക്ലാസ്സിൽ. ഞാൻ കയറി ജോയിൻ ചെയ്തു. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഡിപ്ലോമ ഇൻ ഭരതനാട്യം മോഹിനിയാട്ടം എന്നൊക്കെ. അപ്പോൾ വെറുതെ ഒരു ഹായ് അയച്ചു നോക്കി ആ നമ്പറിലേക്ക്. അവർ തിരിച്ച് വിളിച്ചു എന്നെ, ഞങ്ങൾ സംസാരിച്ചു, സെറ്റായി. അടുത്ത ദിവസം തൊട്ട് ഡാൻസ് ക്ലാസ് തുടങ്ങി തൃശ്ശൂർ. 3 ക്ലാസ് ഉണ്ട് കേട്ടോ ആഴ്ചയിൽ. തിങ്കളുണ്ട്, ബുധനുണ്ട്, വെള്ളിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്നോട് എല്ലാവരും ചോദിച്ചു, വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ, ബന്ധുക്കൾ, നമ്മുടെ എന്നെ അറിയുന്ന സർക്കിളുകൾ എല്ലാവരും ചോദിച്ചു, ഇത് പറ്റുമോ മോളെ? എന്തിനു ഇവിടെ നമ്മുടെ ശാന്തമ്മ വരെ പറഞ്ഞു എൻ്റെ മോൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെന്നോടുള്ള ഇഷ്ടം കാരണമാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇനി പിന്നെ എപ്പോൾ ചെയ്യും ഈ കാര്യം? ഇനി ഞാൻ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ എൻ്റെ ബോഡി അത്രയും വഴങ്ങാണ്ടാവും. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഡാൻസ് എന്ന മോഹവും മണ്ണിലടിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വൈകണ്ട പോവന്നെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കും അല്ലടാ. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ മസാല ഉണ്ടല്ലോ, ഗരം മസാല, അത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാം. നമ്മൾ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഏലക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള മസാല അടിച്ചു വെക്കുന്നത് കേട്ടോ. പിന്നെ കാപ്പിയുടെ മസാല നമ്മൾ എപ്പോഴും കാപ്പിയല്ല ചായയിലേക്കും അത് തന്നെയാണ് ഇടുക. ചായപ്പൊടിയുടെ കൂടെ കൂട്ടി കലർത്തിയിട്ടിട്ടാണ് നമ്മൾ ചായ വയ്ക്കുക. ചിലവർക്ക് ചായ ഭയങ്കര ഒതൻറ്റിക്കായിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ പൊതുവെ ഈ ചായ കുടിച്ച് ശീലിച്ചവരാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. മാളുവിൻ്റെ ചായ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള പറയുന്നവരും ഉണ്ട്. ഞാൻ സ്വയം പൊക്കിയതല്ല, സത്യമായിട്ടും പറഞ്ഞതാ. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ടീപ്പോട്ടാണ്. നമ്മുടെ വീട് മേടിച്ച സമയത്ത് മേടിച്ചതാടാ. ഇപ്പോഴും അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെന്നേ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് മറക്കും. 2 വർഷമായി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട്. ഇപ്പോഴും ഇതാ കണ്ട ഈ വക സംഭവങ്ങളൊക്കെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലാകട്ടെ എന്നാൽ നമ്മുടെ ചായയും റിലേറ്റഡ് ആയിട്ടുള്ള ഈ നമ്മുടെ മസാലപ്പൊടി ഇട്ട് വയ്ക്കുന്നതെന്ന്. ഇത് കാലത്ത് വെറുതെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ ശോധനയ്ക്ക് നല്ലതാണ് കേട്ടോ. അതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിതാ ചായപ്പൊടിയിലേക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് അത് അടച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വലിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. കുഞ്ഞു പാത്രത്തിൽ മസാലപ്പൊടി മാത്രം ഇട്ട് വയ്ക്കാം. ഇപ്പോൾ വെള്ളം കുടിക്കേണ്ട സമയം വരികയാണെങ്കിൽ, ചായ കുടിക്കേണ്ട വെള്ളം കുടിക്കേണ്ട സമയം മാത്രം വരികയാണെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് മധുരം അപ്പാടെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അതെനിക്ക് മധുരത്തിലുള്ള ഒരു സാധനങ്ങളും ഇഷ്ടമല്ല. ചായയിലും കാപ്പിലും മാത്രം ഇത്തിരി മധുരം വേണം എന്നുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ചായ പതിവാണ്. അപ്പം ഞാൻ നമ്മുടെ മസാല ഇട്ടിട്ട് ഒരു ചായയും വെച്ച് ചേച്ചിമാർക്കും കൊടുത്തു, ഞാനും കുടിച്ചു. നല്ല മണമുണ്ട് കേട്ടോ. ശാന്തമ്മയ്ക്ക് കൊടുത്തപ്പോൾ ശാന്തമ്മ പറഞ്ഞു അടിപൊളിയായിട്ട്. ഞാൻ മധുരമൊന്നും ഒഴിവാക്കണില്ല കേട്ടോ. കുറേ നാൾ ഇങ്ങനെ നോ ഷുഗർ ഡയറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടന്നു. പക്ഷെ ഒന്നും നടക്കണില്ലടാ. അതൊന്നും എനിക്ക് മധുരത്തിനോട് വലിയ ക്രേവിങ്സ് ഒന്നുമില്ല. പക്ഷെ ചായയിൽ മധുരം ഇടാണ്ട് കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. ഭാഗ്യം കുടിക്കും, നോ ഷുഗർ ആക്കും. പക്ഷെ എനിക്ക് പറ്റില്ല. എനിക്ക് ചായയെങ്കിലും വേണം. പിന്നെ എനിക്ക് മധുരം ഇഷ്ടമില്ല. ലഡുവോ ജിലേബി അങ്ങനെ ഒന്നും ഒക്കെ ഇഷ്ടമില്ല. ഒരുപാട് മധുരം കൂടിയാലും എനിക്കിഷ്ടമില്ല. ഞാൻ ഈ ചായയിൽ ഒരല്പം മധുരം ഇട്ടിട്ട് അതൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളത് കുടിക്കും. അതുപോലെ എനിക്ക് ചോറ് വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര സമയമായിട്ട്. കാലത്ത് ഒരു ഗ്ലാസ് കാപ്പിയാണ് കുടിച്ചത്. അത് ഇച്ചിരി മധുരം ഇട്ടിട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ചേച്ചിമാർക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾക്കുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. ഇനി ഞാൻ പോയിട്ട് ചെമ്മീൻ നന്നാക്കിയിട്ട് വരാം കേട്ടോ. ചെമ്മീൻ നമുക്കിന്ന് മാങ്ങിയിട്ടിട്ട് നാളികേരം ഒഴിച്ച് കറി വയ്ക്കാം.
അങ്ങനെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീന് പകരം 3 തരം കറി വേണമെന്നാണ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളായ കാരണം കൊണ്ടാണ് കേട്ടോ ആ ഒരു വഴിക്ക് പോകേണ്ടി വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാ വീടുകളിലും ഇവിടെ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഇതിനേക്കാൾ വിപുലമായി ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കെങ്കിലും മിനിമം കൊടുക്കുന്നവരാണ് ഇവിടെ എല്ലാവരും. നമുക്കിവിടെ ചുറ്റും എല്ലാവരും ഭൂമിയുള്ളവരും ഭൂമിയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു റുട്ടീൻ തന്നെയാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും എന്നും വീഡിയോയിൽ ചോദിക്കാനുള്ളത് മൊത്തത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയത് കാണുന്ന ചേച്ചിമാർ അത് ചോദിക്കും. അങ്ങനെ നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീനിൽ നമ്മൾ ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ കുഞ്ഞുള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം, കാശ്മീരി ചില്ലിയും നല്ല മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പി കൂട്ടാം. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഐഡിയ മാത്രമേ എപ്പോഴും പറഞ്ഞുതരാമെന്ന് പറയാറില്ലേ. ശ്രീ ചേച്ചി കറി വയ്ക്കുന്നത് കാണുമ്പോൾ അനിയത്തിമാർ പറയുന്നത് കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നു പറയൂ. ഇത് പറഞ്ഞു തരുന്ന ആ ഒരു ലെവലിലാണ് സിമ്പിളുള്ളത്. ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരേ പണിയൊക്കെ തന്നെയാണ്. എല്ലാ കറികളും വയ്ക്കാൻ ഇത്രയ്ക്ക് നമ്മളത് പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ, അത് കുറച്ച് കളയുമ്പോൾ അങ്ങോട്ട് ശരിയാവും. അങ്ങനെ നമ്മൾ പഞ്ചസാരയല്ലോടാ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് പുരട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ലാസ്റ്റ് കുറച്ച് മാങ്ങ ഇട്ടിട്ട് മാങ്ങ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളി അടിച്ചു കൊടുക്കാം. ഇത്രയധികം പുളി ഇടുമ്പോൾ ഇതിൽ ഭയങ്കര പുളിയാവില്ലേ ശ്രീന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഇത്തിരി പുളി കൂടുതലുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. അതോ ഇനിയിപ്പോൾ പുളി എങ്ങനെയാണെന്ന് അറിയില്ല. പുളി അങ്ങനെ കൂടാറൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയുധം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തേങ്ങ ചിരവ. അപ്പോൾ അതിനെടുത്ത് വെച്ച് അതിൽ നന്നായിട്ട് നമ്മൾ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ എന്താ പറയുക വെണ്ണ പോലെ നമ്മൾ അരച്ചെടുക്കില്ലേ, എന്നിട്ട് പാല് പിഴിയാണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു പാത്രത്തേക്ക് നമ്മുടെ മീൻകറി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല കട്ടി ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ചൂടാക്കി നമുക്ക് 1-2 ദിവസം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാലത്ത് മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് അപ്പം ഉണ്ടാക്കുക, ചപ്പാത്തി ഉണ്ടാക്കുക. ആ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലേ എനിക്ക് ഷോൾഡർ പെയിൻ വരും ഇങ്ങനെ നിന്ന് നാളികേരം ചിരവിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് താഴെ നിന്ന് ചിരകുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ കേട്ടോ. 2 ഷോൾഡറും പെയിൻ വരും. ഭാഗ്യനാണ് ചെയ്തു തരാറെന്നുണ്ടെങ്കിൽ ഇന്ന് ഭാഗ്യൻ കാലത്ത് തന്നെ കടയിൽ പോയില്ലേ, അത് കാരണം കൊണ്ട് നമുക്ക് തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭാഗ്യം ചെയ്തു തരാറുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കേടാവില്ല. നമുക്ക് ഇപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് 1-2 ദിവസമൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. അപ്പം എൻ്റെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ഡാൻസ് ക്ലാസ്സും കൂടിയൊക്കെ നമ്മൾ കൂടെ ചെയ്തപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ. ശരിയായിക്കോളും. അതുവരെ ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചിക്കൻ വറുത്ത് വെച്ചു, ചെമ്മീനുണ്ട്, ഉച്ചയാവാറായി ഏകദേശം. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരി തുടച്ചിടണം, എന്നിട്ട് പോകണം. ഈ ചിക്കൻ വറുത്ത് വെച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മുരിഞ്ഞ കഷ്ണങ്ങൾ എടുത്ത് വയലിട്ടിട്ട് കടിക്കാം. കണ്ടാലോ കുഴപ്പമില്ല, അറച്ചു വയ്ക്കാം നമുക്കത്. തിരക്ക് എന്തൊരു ഇത്ര വലിയ തിരക്കെന്ന് വിചാരിക്കും അല്ലേ. ഈ എഡിറ്റിങ്ങും ഷൂട്ടും ശ്രീകുട്ടൻ്റെ പിന്നാലെയുള്ള നടത്തങ്ങളും ഇതൊക്കെ ആകുമ്പോൾ ലൈഫ് ഇത്തിരി ബിസിയാണ്. പക്ഷെ നമ്മളത് വേറെ ഒന്നും ആലോചിക്കാൻ സമയമില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇല്ലായ്മകളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരമില്ല. നമ്മൾ കിട്ടിയതിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആ സിറ്റുവേഷനിൽ ഇഴുകി ചേർന്ന് മുന്നോട്ട് പോകുന്നു. അതിൽ ഇത്തിരി നേരം സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഡേവിസ് തിയേറ്റർ ഉണ്ട്, അവിടെ പോയി ഒന്ന് സിനിമ കാണും, ഭാഗ്യൻ്റെ കൂടെ ഒന്ന് ചുറ്റാൻ പോകും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി കിട്ടിയായിരുന്നോണ്ട് ആ വണ്ടി എടുത്തിട്ട് അവിടെ ഒരു പാടുണ്ട്, അവിടെ വരെ ഒന്ന് പോയി അവിടെ കുറേ മയിലുകളൊക്കെ ഉണ്ടാവും, മയിലുകളൊക്കെ കണ്ട് തിരിച്ചു വരും. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അമ്മയൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ട് അതൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ. അപ്പം നമുക്കതൊക്കെ ഒരു പ്രചോദനമായിരുന്നില്ല. അപ്പോൾ നമ്മൾ തുടങ്ങാമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ, എന്തോരം തിരക്കുള്ളതാ, എത്ര ദൂരത്തുനിന്ന് വരേണ്ടതൊക്കെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് മരോട്ടിച്ചാലിൽ നിന്ന് തൃശ്ശൂർ എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ബസ്സിൽ. ഞാൻ മിക്കതും ബസ്സിലാണ് 1-2 വട്ടമൊക്കെ പോയത്. ഭാഗ്യം കൊണ്ടാക്കും ചില സമയത്ത്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ വരും, ഏതെങ്കിലും ഒരു സമയത്ത് ആൾ വരും. എന്നാലും നമുക്കൊരു 3/4 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. 10-24 കിലോമീറ്റർ 25 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും ദൂരമൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ ഞാൻ നോക്കിയപ്പോഴേ മലപ്പുറം, കായംകുളം അവിടെ നിന്നൊക്കെ ക്ലാസ്സിന് വരുന്നു. ഞാനപ്പോൾ വിചാരിച്ച് ഞാനൊക്കെ തൊട്ടയൽപ്പക്കത്തുനിന്ന് വരുന്ന പോലെയാന്ന് പറഞ്ഞു.
പിന്നെ പാലക്കാട് ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ചേച്ചിമാർ കുതിരാനൊക്കെ കയറി ഇറങ്ങി. എനിക്കത് വലിയ പ്രചോദനമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ചോദിച്ചത് നന്നായിന്ന് വിചാരിച്ചു. ഞങ്ങൾ 1-2 ആൾക്കാരാണ് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരുള്ളൂ. 2-3 ആൾക്കാർ. നമ്മളെക്കാളും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ടീച്ചർമാരാട്ടാ. പിന്നെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നല്ല നല്ല ഗുരുക്കന്മാരെ കീഴിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്ന കാര്യം നടക്കില്ല. ചേച്ചിമാർക്ക് ചോറ് വിളമ്പി വെച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് എനിക്കത് ചെയ്തില്ലെങ്കിൽ, നമ്മളെന്നും ചെയ്യുന്നൊരു കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു ജാതി ഒരു OCD കൈൻഡ് ഓഫ് ഫീലാണ്. അത് ആയില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് മുമ്പിലേക്കുള്ള കാര്യങ്ങളും നടക്കില്ല, നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യവും നടക്കില്ല. അപ്പോൾ ബെറ്റർ അത് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ളേക്ക് പോവാം. അപ്പോൾ എനിക്ക് തലയിലൊക്കെ ഒന്ന് അതൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് കുട്ടികളെ. എവിടേക്കെങ്കിലും പോയി വരുമ്പോഴേ കിച്ചൺ വൃത്തികേടായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പിന്നെ നെഗറ്റീവ് അടിക്കും. അത് കാരണം കൊണ്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചിമാർക്ക് 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കി വെക്കണം. സിമ്പിളായിട്ട് കേട്ടോ. ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും വേണമെന്നേ ഉള്ളൂ. ചേട്ടന്മാർക്ക് കടി ഉണ്ടായിരുന്നില്ല. അവർ നമ്മുടെ കൃഷ്ണേൻ്റെ കടയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവർ ചായ കുടിക്കലാണ് പതിവ്. അപ്പോൾ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ മുട്ടയും അതുപോലെ തന്നെ സ്ലൈസും പച്ചക്കറിയൊക്കെ വെച്ചിട്ട് മടക്കി കൂട്ടുന്ന ഒരു പരിപാടി, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതൊഴിച്ച് ഇതിന് 2 വശം ഒന്ന് മറച്ചിടും. എന്നിട്ട് ഒരു വശത്ത് നമ്മൾ സ്ലൈസ് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ പച്ചക്കറികൾ ഏതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാരറ്റ് അല്ലെങ്കിൽ കാബേജ്, കുക്കുംബർ, തക്കാളി ഈ വക എന്തുണ്ടെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മുടെ മറ്റേ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ശ്രീകുട്ടൻ കാലത്ത് ചില ദിവസങ്ങളിൽ ഇത് കഴിച്ചിട്ട് പോവും. മുട്ടയില്ലാതെ മുട്ട മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ റോള് പോലെ ആക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടും. ഇതാണ് മിക്ക ദിവസം ശ്രീകുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ വരാറുള്ളത്, സ്നാക്ക് ഐറ്റത്തിൽ വരാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ അത് കുറേ വട്ടം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാത്തത്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ദിവസം നമ്മളൊരു റീൽ എടുത്തായിരുന്നു. ആ റീലിൽ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വളരെ വിശദമായിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് അൽത്തുകൊളുത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ചേച്ചിമാർക്ക് ചായയൊക്കെ കൊടുത്ത് നമ്മൾ ഒരെണ്ണം കഴിച്ച് പതുക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ തൃശ്ശൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. തൃശ്ശൂരാണ് കേട്ടോ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കാൻ വണ്ടിയും കൊണ്ട് പോയിക്കൂടെ ശ്രീ തൃശ്ശൂർക്ക് എന്ന്. സത്യം പറയാലോ, ഭാഗ്യം സമ്മതിക്കില്ല. മാത്രമല്ല എനിക്കും അങ്ങനെ ഒരു നമ്മളെങ്ങാനും എന്തെങ്കിലും പറ്റി കിടന്നു പോയാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല എന്നൊരു തോന്നലുണ്ട് കേട്ടോ. പണ്ട് ഈ തോന്നലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് നല്ല പേടിയുണ്ട്. ആണോ? ശ്രീകുട്ടനെ ഞാൻ കീബോർഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ആ കീബോർഡും അതന്നെ, പിയാനോ ഒക്കെ ഒന്ന് തന്നെ. കീബോർഡ് എന്നാ പറയാ നമ്മള്. ബുക്കൊക്കെ കിട്ടിയ ആൾക്ക്. എന്തായാലും ശ്രീകുട്ടനെ കൊണ്ട് പോവല്ലേ, അപ്പൊ അവനെ ഞാൻ കീബോർഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ് വരുമ്പോ കണ്ടതാ ദേവനന്ദ, സുനിത, ഗൗരിനന്ദ. ഞങ്ങളിവിടെ നടുവിലാലിന്റെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാ. ഹായ്. വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ട് ചേച്ചിമാരും അനിയത്തിമാരൊക്കെ അങ്ങനെ വർത്താനം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ബസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുന്നത്. അപ്പം അച്ഛനോട് വിശേഷങ്ങൾ പറയാം, പുതിയ ബുക്ക് കിട്ടേൻ്റെയൊക്കെ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൾക്കും. അവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തോട്ടെ, ഇപ്പോൾ ഫോണിലൊന്നും കളിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാൻ വൈകും. അപ്പോഴാണ് നമ്മളൊരു തീരുമാനത്തിലെത്തിയത്. രാത്രി 9:30 ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പോവാ. അപ്പൊ വണ്ടി നമ്മൾ അവിടെ വെച്ചിട്ടല്ല പോയിണ്ടായേ, നമ്മുടെ പുലിക്കണിയിൽ വെച്ചിട്ടാണ് പോയിണ്ടായത്. പുലിക്കണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട്. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 4. പക്ഷെ 2.5 കിലോമീറ്റർ എനിക്ക് 200 കിലോമീറ്റർ ആയിട്ടാണ്. ഞാൻ പേടിയുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, എനിക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന്. പക്ഷെ എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ ആ സിനിമ അത്രയ്ക്കും ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോമഡി പടമാണ്, ബാത്റൂമിൽ പോക്കട്ടെ, കോമഡി പടമാണ് കണ്ടതെന്നുണ്ടെങ്കിലേ എനിക്ക് ഇത്രയ്ക്ക്
കുളിച്ചിട്ട് വാ. ഇത്രയ്ക്ക് പേടി തോന്നില്ലായിരുന്നു വന്നപ്പോൾ. ഇത് തലവൻ മൂവി നല്ല മൂവിയാണ്. നല്ല മൂവി അല്ല ഏട്ടാ? നല്ല മൂവിയാണ്. പക്ഷെ അത് ആ ഒരു ഹാങ് ഓവറും പിന്നെ നമ്മുടെ ഇവിടുത്തെ കാടിന്റെ വിജനമായ വീതിയും ഒക്കെ കാരണം പിന്നെ പുലിക്കണിന്ന് ഇവിടം വരെ ഞാൻ ബൈക്കിൽ ഒറ്റയ്ക്ക് വന്നേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ. നാളെ ശ്രീകുട്ടൻ്റെ സ്കൂളിൽ പോകണം. ആ വന്ന വഴിയിൽ നിറയെ പ്രാണികളായിരുന്നു. ഒരു പാട ഏരിയുണ്ട്, നമ്പൂതിരിപ്പാടം എന്നതിനെ പറയാം നമ്മുടെ ഇവിടെ. അപ്പോൾ അതിൽ നിറയെ പ്രാണികളായിരുന്നു. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഒന്നും വെച്ചില്ല പേടിച്ചിട്ട്. അപ്പോൾ മറന്നു ഞാൻ അതൊക്കെ. അല്ലല്ല, അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടാറ്റ പറഞ്ഞാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ അഭിപ്രായങ്ങൾ പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.